വിയറ്റ്നാമിൽ നിന്നും കേരളത്തിലെത്തി കർഷകർക്കിടയിൽ പ്രചാരം നേടുകയാണ് ഗാക് എന്ന പഴം. പോഷകഗുണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, വിലയുടെ കാര്യത്തിലും വളരെ മുൻപന്തിയിലാണ് ഗാക്. 1 കിലോ പഴത്തിന് 1500 രൂപ വരെയാണ് വില ഈടാക്കുന്നത്. കോതമംഗലം മലയൻകീഴ് കവളമാക്കൽ ക്ലീറ്റസിന്റെ വീട്ടുമുറ്റത്ത് ചുവന്നു തൊടുത്ത് ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ കായ്ച്ചുകിടക്കുകയാണ് ഗാക് പഴങ്ങൾ. കാഴ്ചയ്ക്ക് അതീവ ആകർഷണീയത തോന്നുന്ന ഈ പഴത്തിന് പറഞ്ഞാൽ തീരാത്തത്ര സവിശേഷതകളുമുണ്ട്. വിയറ്റ്നാം സ്വദേശിയായ ഗാക് കേരളത്തിലെത്തിയിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. മത്തങ്ങയുടെ കുടുംബക്കാരനാണ്. പഴുത്താൽ വൈറ്റമിൻ എ സമ്പുഷ്ടം. മുടികൊഴിച്ചിലിനും ചർമ്മ സംരക്ഷണത്തിനും പുറമെ ഹൃദ്രോഗങ്ങൾക്കും ഔഷധം പോലെ അത്യുത്തമം. കായ്ക്കുമ്പോൾ ആദ്യം കാണുന്ന പച്ചനിറത്തിന് പുറമെ പഴുക്കുമ്പോഴേക്കും മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിങ്ങനെ 4 നിറങ്ങൾ കാണിക്കും. വിത്തുപയോഗിച്ച് തൈകൾ മുളപ്പിക്കാം. ശേഷം പന്തലിൽ പടർത്തിയാണ് വളർത്തേണ്ടത്. ഭാരമുള്ള ചെടിയായതുകൊണ്ട് ധാരാളം കായ്കൾ ഉണ്ടാകുമെന്നതുകൊണ്ടും പന്തലിന് നല്ല ബലം വേണം. ആൺപൂവും പെൺപൂവും വ്യത്യസ്ത ചെടികളിലാണ് ഉണ്ടാവുക. ഇവയെ കൃത്രിമമായി പരാഗണം നടത്തണം. സ്വാഭാവിക പരാഗണ നിരക്ക് വളരെ കുറവാണ്. എനിക്കൊരു 8 മാസം മുമ്പ് നമ്മുടെ ഒരു സുഹൃത്ത് എനിക്ക് കൊണ്ടുത്തന്നതാണ് ഇതിൻ്റെ വിത്ത്. ഇതാണ് എൻ്റെ ഈ വിത്ത് എന്ന് പറയുന്നത്. ഈ വിത്ത് നമ്മൾ കിട്ടിയിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഇത് മുളച്ചത്. ശരിക്കും ഇത് നടുവാണെങ്കിൽ നമ്മളിത് ഒരു 24 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ പിന്നെ നടണം. നട്ട് കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകുന്നില്ല. 3 മാസം കഴിഞ്ഞാണ് ആ തൈ മുളച്ചു വരുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 8 മാസം ആകുമ്പോഴത്തേക്കും സംഭവം കായ ഉണ്ടാകാൻ തുടങ്ങും. ആൺപൂവ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആൺപൂവിൻ്റെ ആദ്യമേ എനിക്ക് ഉണ്ടായപ്പോൾ ആൺപൂവ് ഉണ്ടായില്ലായിരുന്നു, പെൺപൂവ് മാത്രമേ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് പെൺപൂവ് ഉണ്ടായിട്ട് ഒറ്റ വിത്തും പിടിച്ചില്ല. അത് കഴിഞ്ഞ് ആൺപൂവ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ പറിച്ചു കൊടുത്ത് പരാഗണം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് വിത്ത് ഉണ്ടായത്. ചെടികൾക്ക് മികച്ച പരിചരണവും വളവും ആവശ്യമാണ്. അതേസമയം ചെടികൾ വളർന്നു കഴിഞ്ഞാൽ പിന്നീട് കാര്യമായ പരിചരണം ആവശ്യമില്ല. ചില ചെടികൾ 4 മാസം കൊണ്ട് കായ്ക്കാറുണ്ട്. നേരിട്ട് കഴിക്കുമ്പോൾ കാര്യമായ രുചിയൊന്നും തന്നെ ഇല്ലെങ്കിലും ഉയർന്ന ഔഷധഗുണമുള്ളതായാണ് വിദഗ്ധ അഭിപ്രായം. ഇക്കാരണം കൊണ്ട് തന്നെ 1 കിലോ പഴത്തിന് 1500 രൂപ വരെയാണ് വിപണിയിൽ വില. രുചിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഗുണമേന്മയുടെ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുകയാണ് ഇന്ത്യയിലേക്ക് കടന്നുവരുന്ന വിദേശ ഫലങ്ങൾ. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.